ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കണ്ടോ, ലൂബിക്ക് ഉപ്പിലിട്ടതാണ് കേട്ടോ. കുപ്പിയിലിട്ട് വെച്ചേക്കാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ പുറത്തേക്ക് എടുത്തു, ഫ്രിഡ്ജിലിരിക്കായിരുന്നേ. അതിനായിട്ട് ഞാൻ ചെറിയുള്ളിയാണ് കേട്ടോ വേണ്ടത്. പക്ഷേ ഞാൻ സവാളയാണ് ഇട്ടേക്കുന്നത്, കാരണം ചെറിയുള്ളി എൻ്റെ കയ്യിലില്ല. പിന്നെ ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി, കുറച്ച് കാന്താരി മുളക്, ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ അതിലിട്ടിട്ടുണ്ട്. പിന്നെ കാരണം ഉപ്പിലിട്ടതായതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. വേണ്ടി വരാണെങ്കിൽ നമുക്ക് പിന്നെ മിക്സ് ചെയ്യാം. ഇതേ ക്രഷ് ചെയ്ത് ഞാൻ പുറത്തേക്ക് എടുത്തു കേട്ടോ. ഇനി കുറച്ച് ലൂബിക്ക നമുക്ക് ഈ ചമ്മന്തി അരച്ച് വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് തന്നെ കേട്ടോ ഞാൻ ലൂബിക്ക എടുത്തിടണേ. ലൂബിക്ക കുറേശ്ശെ സ്പൂണും കൊണ്ട് കോരി എടുത്തിട്ടു. എല്ലാം കൂടി ഞാൻ അരക്കില്ല കേട്ടോ. ഇതിൽ ഉടഞ്ഞു തുടങ്ങിയത് ഞാൻ കൈ വെച്ചിട്ട് കുറേശ്ശെ ഉടച്ചെടുക്കുകയാണ്. ബാക്കി ഹാർഡായിട്ടുള്ളത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഹാർഡായിട്ടുള്ളത് നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് ആ അടിച്ചു വെച്ചേക്കണേലേക്ക് തന്നെ ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കണം. ഒത്തിരി അരയ്ക്കാൻ പാടില്ല. എന്നിട്ട് അത് നമുക്ക് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്രഷ് ചെയ്ത് തന്നെ എടുത്തേക്കണം കേട്ടോ. ഒത്തിരി പേസ്റ്റ് ആക്കിയിട്ടില്ല. അതും ഇപ്പം നമ്മൾ കൈ വെച്ച് ഉടച്ചതും കൂടി മിക്സ് ചെയ്യാണ്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കണം, നല്ലതാണ്. പക്ഷേ ഞാനത് ഒഴിച്ചിട്ടില്ല, കാരണം വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കാണ്ട്. ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുകയാണ്. ഇനി അത് ചൂടാക്കി എടുക്കാനുള്ള മടി കൊണ്ട് തന്നെയാട്ടോ ഞാൻ എടുക്കാഞ്ഞത്. പിന്നെ അതിലേക്ക് പുളിയും ഉപ്പൊക്കെ ഇച്ചിരി കുറവുണ്ടെങ്കിൽ കുറച്ച് ലൂബിക്കയുടെ വെള്ളവും ഒഴിക്കാം, ഉപ്പിലിട്ടതിൻ്റെ വെള്ളം ഒഴിക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ ചെറുതായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അതിലേക്ക്. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ചോറിൻ്റെ കൂടെ ഭയങ്കര ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ ലൂബിക്ക ചമ്മന്തി. പിന്നെ പപ്പടവും കുറച്ച് മെഴുക്ക് പുരട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചോറ് നന്നായിട്ട് കഴിക്കാം. പപ്പടമോ മീൻ വറുത്തതോ എന്തായാലും മതി കേട്ടോ. മീൻ വറുത്തതായിരിക്കും കൂടുതൽ നല്ലത് പപ്പടത്തിനേക്കാളും. പിന്നെ കുറച്ച് എന്തെങ്കിലും മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ബെസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്